തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അമ്പലപ്പുഴ സബ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അമ്പലപ്പുഴ സബ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. എച്ച് MLA ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ ജീവനക്കാരുടെ മക്കൾക്ക് അനുമോദനവും നൽകി. ഗ്രൂപ്പ് പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷനായി. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് SP പ്രജിത്ത് ഉപഹാര സമർപ്പണം നടത്തി. അത് ക്ഷേത്രമാണ് എന്ന ധാരണയോടുകൂടി തന്നെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും വിശ്വാസത്തിന്റെ സംരക്ഷണവും വിശ്വാസികളുടെ താല്പര്യങ്ങളുമെല്ലാം സംരക്ഷിച്ചുകൊണ്ട് കൂടി ജോലി ചെയ്യുക എന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പ്രധാനപ്പെടുന്ന ഒരു വേളി പറഞ്ഞാൽ മാത്രം പോരാ, അത് അടിസ്ഥാനമായി തന്നെ നിശ്ചയമായും ക്ഷേത്ര ജീവനക്കാർ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തു പോകുന്നതൊക്കെ കാണാൻ കഴിയും. സംസ്ഥാന ഗവൺമെന്റ് ദേവസ്വവുമായി ബന്ധപ്പെട്ട വകുപ്പും അതിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ഓരോ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഭരണഘടനാപരമായി തന്നെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കതിനെ അറിയാൻ കഴിയും. നിങ്ങൾ ജീവനക്കാരുടെ തന്നെ ചില പ്രയാസം വന്നപ്പോൾ, കോവിഡ് ഉൾപ്പെടെയുള്ള സമയം വന്നപ്പോഴുള്ള പ്രയാസം നിങ്ങൾക്കറിയാം. ശമ്പളം കൊടുക്കാൻ പ്രയാസമുള്ള സമയമുണ്ട്, പെൻഷൻ കൊടുക്കാൻ പ്രയാസമുണ്ടായ സമയമുണ്ട്. ആ സമയത്തെല്ലാം പ്രത്യേകമായ ഒരു ചർച്ചയും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു നിലപാട് ദേവസ്വം ബോർഡും അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഡയറക്റ്റായി തന്നെ പണം ചെലവഴിക്കുന്ന സ്കീമുകൾ, ബോർഡ് വഴിയാണെങ്കിലും ഗവൺമെന്റ് നേരിട്ട് പണം ചെലവഴിക്കപ്പെടുന്നത്